സർവ സ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മറ്റ് മതങ്ങളിൽ നിന്ന് ക്രിസ്തുവിശ്വാസത്തിൻ്റെ തനതായ ചില പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്ന ടൈറ്റിൽ മറ്റു മതങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിൻ്റെ എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. മതം എന്ന് പറയുമ്പോൾ അത് മത ആചാരങ്ങളുണ്ടാകാം, മത അനുഷ്ഠാനങ്ങളുണ്ടാകാം, മത നേതാവുണ്ടാകാം, മതത്തിന് അതിൻ്റേതായ പതാകയുണ്ടാകാം, അതിൻ്റേതായ സിമ്പൽ ഉണ്ടാകാം. എന്നാൽ ക്രിസ്തു വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്തു വിശ്വാസം എന്നത് ഒരു മതമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. ഇതിലെ ഒന്നാമത്തെ ആശയം, ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉള്ളതായി നാം കാണുന്നു. ആ ആളത്വങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്നു എന്ന് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട തിരുവെഴുത്ത് മത്തായി സുവിശേഷം 28:19 ആകയാൽ നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുവിൻ. ഇവിടെ ത്രിത്വം, അതായത് ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട് എന്നും ഈ 3 ആളത്വങ്ങൾ വ്യത്യസ്തമല്ല എന്നും, വ്യത്യസ്തമായ ആളത്വങ്ങളല്ല, എന്നാൽ ഇവരെല്ലാവരും ഒന്നാകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ പിതാവ്, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ് എന്ന് 3 ആളത്വങ്ങളാണ് എന്ന് നമ്മൾക്കിവിടെ വെളിപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് വെളിപ്പെടുന്നില്ല എങ്കിൽ ദൈവത്തിന് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോൾ ക്രിസ്തുവിശ്വാസത്തിലെ ഓരോ ആശയങ്ങളും ഓരോ വചനങ്ങളും അത് പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് തിരുവെഴുത്ത് സംസാരിക്കുന്നത് പോലെ ഇത് കൃപയാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം ആശയങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ചില ആളുകൾ, പ്രത്യേകിച്ച് യഹോവ സാക്ഷിയിൽപ്പെട്ടവരൊക്കെ ചോദിക്കാറുണ്ട്, എന്നോട് വ്യക്തിപരമായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അതായത് പുത്രനായ യേശുവിന് പിതാവുമായിട്ട് സമത്വമുണ്ടോ? അപ്പോൾ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെയുണ്ട്. അത് ഫിലിപ്പി ലേഖനം 2-ന്റെ 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ദൈവരൂപത്തിലിരുന്നവനാണ്. യേശു കർത്താവ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം അവനുണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെയാണ് അവൻ ഒരു ദാസന്റെ രൂപമെടുത്തു, ഒരു മനുഷ്യന്റെ രൂപമെടുത്തു. അപ്പോൾ അവൻ മനുഷ്യപുത്രനായി. അങ്ങനെ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് പറയുമ്പോൾ അത് POC ഇത് എഴുതിയിരിക്കുന്നത് തന്നെത്താൻ ശൂന്യനാക്കി എന്നാണ് പറയുന്നത്. അവന് എല്ലാ മഹിമയും മഹത്വവും എല്ലാം ഉണ്ടായിരുന്നിട്ടും, അവൻ ദൈവമായിരുന്നിട്ടും, അവൻ ദൈവരൂപത്തിലിരുന്നിട്ടും അവൻ തന്നെത്താൻ ശൂന്യനാക്കി. അവൻ 0 ആക്കിയത് കൊണ്ട് ദൈവം അവനെ ഹീറോ ആക്കി. വീണ്ടും നമ്മൾ അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് പിതാവായ ദൈവം യേശുവിനെ ഏറ്റവും സകല നാമത്തിലും മേലായ നാമം അവന് നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരികയും ചെയ്യും. അപ്പൊ ഇത് ഭാവി കാലമാണ്. ഏറ്റുപറയേണ്ടതായി വരികയും ചെയ്യുമ്പോൾ ഭാവി കാലം. എന്നാൽ ഇപ്പോൾ
ഇത് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ആശയത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരം, ദൈവം മനുഷ്യനായി ജനിച്ചു എന്ന് നാം വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ കാണുകയാണ്. ഇതിനാധാരമായ വചനം യോഹന്നാൻ 1:14 വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വസിച്ചു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് ശരീരമായി തീർന്നത്. അപ്പോൾ ഇത് മനുഷ്യരുടെ ഇടയിൽ വരികയും നമ്മോടൊത്ത് വരികയും അങ്ങനെ നമ്മുടെ ഇടയിൽ വസിക്കുകയും നമുക്കൊരു മാതൃകാപരമായ ജീവിതം കാണിച്ചു തരികയും അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു കാൽച്ചുവട് വെച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഈ യോഹന്നാനെ പോലെയുള്ള ശിഷ്യന്മാർക്ക് അവന്റെ തേജസ് കാണുവാനും സാധ്യമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് യേശു കർത്താവ് മനുഷ്യനായി വന്നു? എന്തുകൊണ്ട് വചനം ശരീരമായി തീർന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത് ഹെബ്രായ ലേഖനം 2-15 വാക്യങ്ങളിലാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും പിടിപ്പിച്ചു. അപ്പൊ യേശു കർത്താവ് മനുഷ്യനായി വന്നതിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം ഇവിടെ വ്യക്തമായി തന്നിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ജഡത്തിലാണ്, നമ്മൾ ശരീരത്തിലാണ്. അങ്ങനെ യേശു കർത്താവ് നമ്മെ പോലെ തന്നെ ഒരു ഹനുമാനായി വന്നില്ല, ഒരു ആനയായോ തിമിംഗലമായോ ഒന്നും വന്നില്ല. അവനും മനുഷ്യനായി വന്നു. എന്തിനു വേണ്ടിയാണ്? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ മരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന പിശാചിനെ തന്റെ മരണത്താൽ, യേശു കർത്താവ് മരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? യേശു കർത്താവ് മരിക്കുന്ന സമയത്താണ് അനേക വിശുദ്ധന്മാർ, പഴയ നിയമ കാലത്തെ വിശുദ്ധന്മാർ, അവർ പുനരുദ്ധാനം ചെയ്തു. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് അവന്റെ മരണം മുഖാന്തിരം ഇതാ നമുക്ക് ജീവനുണ്ടായിരിക്കുക, നിത്യജീവനുണ്ടായിരിക്കുകയാണെന്ന്. അപ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമയായിരുന്നു? നമ്മൾ പാപത്തിന്റെ അടിമയായിരുന്നു, പിശാചിന്റെ അടിമയായിരുന്നു, ശാപത്തിന്റെ അടിമയായിരുന്നു, ശിക്ഷാവിധിയുടെ അടിമയായിരുന്നു, രോഗത്തിന്റെ അടിമയായിരുന്നു, മനുഷ്യന്റെ തെറ്റായ ഉപദേശങ്ങളുടെ ദുരുപദേശത്തിന്റെ അടിമയായിരുന്നു. എന്നാൽ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന് തിരുവെഴുത്ത് ഏറ്റെടുത്ത് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുത്ത ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും അതേസമയം പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്ന് ഈ വാക്യങ്ങളെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചു എന്നത് ക്രിസ്തു വിശ്വാസത്തിന്റെ കേന്ദ്ര ആശയമാണ്. അപ്പോൾ ചിലരൊക്കെ ഒരു സംശയം ഉണ്ടാകും. ചില വാക്യങ്ങളൊക്കെ നാം ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് യേശു ദൈവമാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. അങ്ങനെയുള്ള ചില വാക്യങ്ങൾ ഞാനിപ്പോൾ പറയാം. അതായത് അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളു. അപ്പൊ ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കും, ആത്മാവിൽ ചിന്തിച്ചാൽ നമുക്ക് വെളിപ്പെടും. പക്ഷേ മനുഷ്യരെല്ലാവരും ബുദ്ധിയിൽ ചിന്തിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ ബുദ്ധിയിൽ ചിന്തിക്കുന്നവരെങ്ങനെ ചിന്തിക്കുന്നത്? ഈ യേശുവിനെ ക്രൂശിച്ചു, അത് മനുഷ്യരാ ക്രൂശിച്ചേ, അങ്ങനെയെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചെങ്കിൽ അത് ദൈവമാണല്ലോ ഉയർപ്പിച്ചത്, അപ്പൊ വേറൊരു ദൈവമില്ലേ, യേശുവിനെ കൂടാതെ വേറൊരു ദൈവമില്ലേ എന്ന് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു വാക്യം നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ച ഒരു വാക്യമുണ്ട്. അത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആ വാക്യം ഇവിടെ ഇങ്ങനെ: അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അപ്പോൾ ദൈവം ഉയർത്തിയത്, യേശുവിനെ ദൈവമാണ് ഉയർത്തിയത്. അപ്പൊ സ്വയം ഉയരാൻ കഴിഞ്ഞില്ല, യേശുവാണ് ഉയർത്തിയത്.
യേശുവിനെ ദൈവമാണ് ഉയർത്തിയതെന്ന് പറയുമ്പോൾ അപ്പോൾ വേറൊരു ദൈവമില്ലേ? അപ്പോൾ അവർക്കെല്ലാം ഒരു ഉത്തരമായിക്കൊണ്ടാണ് ഈ തിരുവെഴുത്ത് പറയുന്നത്. അതായത് യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതുപോലെ തന്നെ ഈ വചനത്തിന്റെ വേറൊരു അർത്ഥതലം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മത്തായി സുവിശേഷം 28:5-6 വാക്യങ്ങളിൽ, മത്തായി സുവിശേഷം 28:5-6 വാക്യങ്ങൾ പറയാണ്, ദൂതൻ സ്ത്രീയോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട് യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അവിടെ നമ്മൾ വായിച്ചത് അപ്പസ്തോല പ്രവൃത്തികൾ 4:10 നമ്മൾ വായിച്ചത് എന്താണ്? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പക്ഷെ ഇവിടെ വായിക്കുകയാണ് അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നല്ല, ഇവിടെ അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇതുപോലെ ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്ന് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിൽ നമ്മൾ അതായത് ഒരാശയം മാത്രം എടുത്തുകൊണ്ട് പോകാതെ മുഴുവനായി നമ്മൾ ആ ആശയങ്ങൾ കണ്ടെത്തി നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു ആശയം കൂടി പറയാം. അതായത് യേശു കർത്താവിന്റെ ശിഷ്യന്മാര് ജെറുസലേം ദേവാലയം യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ പണിയൊക്കെ എത്ര മനോഹരം എന്ന് അവർ പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയും. നിങ്ങൾ ഈ ദേവാലയം പൊളിച്ചാൽ എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ദ്വയാർത്ഥമാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് എന്താണ്? പിന്നീട് യഹൂദന്മാർക്കാണെങ്കിൽ ഇത് അക്ഷരാർത്ഥം മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. ആത്മീയ അർത്ഥതലത്തിൽ യേശു കർത്താവ് സംസാരിച്ചാൽ അത് ഇന്നും ഇങ്ങനെയാണ്. പലർക്കും ആത്മീയ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നീട് അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അത് യേശു കർത്താവ് പറഞ്ഞത് ഈ ദേവാലയത്തെക്കുറിച്ചല്ല, ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും തൻ്റെ ദേഹമാകുന്ന ശരീരത്തെക്കുറിച്ചാണ്. തൻ്റെ ദേവാലയമാകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. അതിന്റെ അർത്ഥം, നിങ്ങൾ എന്നെ ക്രൂശിച്ചാലും നിങ്ങൾ എന്നെ കൊന്നാലും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അവിടെ പറയുന്നത് ഞാൻ ഇതിനെ പണിയുമെന്നാണ് പറയുന്നത്. എൻ്റെ പിതാവ് പണിയുമെന്ന് പറഞ്ഞതല്ല, ഞാൻ ഇതിനെ പണിയും. അപ്പോൾ അവിടെ ആത്മീയ അർത്ഥത്തിൽ കർത്താവ് പറയുകയായിരുന്നു, കർത്താവ് പുനരുദ്ധാനം ചെയ്യും. നമ്മൾ വീണ്ടും രക്ഷയുടെ ഏക മാർഗം അത് കൃപയാലുള്ള വിശ്വാസമാണ് എന്ന് ബൈബിൾ നമ്മോട് പറയുകയാണ്. ഇതിന് ആധാരമായിട്ടുള്ള വചനം എഫേസി 2:8-9 വാക്യങ്ങളാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു, ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളാലും കാരണമല്ല. അപ്പൊ മനുഷ്യന്റെ സൽപ്രവൃത്തികളാൽ രക്ഷ സാധ്യമല്ല. ദൈവത്തിന്റെ സൗജന്യ ദാനമായ കൃപയിലൂടെയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷ സാധ്യമാകുന്നത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. എന്നാൽ നമ്മൾ ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഹിന്ദു മതത്തില് അവിടെ രക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പല വഴികളുണ്ടെന്ന് അവർ പഠിപ്പിക്കും. അതായത് ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, വിശ്വാസമാർഗമുണ്ട്. അപ്പോൾ ജ്ഞാനം, ഭക്തി, കർമ്മം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ അവർക്ക് മോക്ഷം പ്രാപിക്കാം. ഇനി ഇത് 3ഉം കൂടെ സംയോജിച്ചുകൊണ്ടെന്നാൽ ഏറ്റവും നല്ലതാണ്. എന്നാൽ ക്രിസ്തു വിശ്വാസത്തിൽ പറയുന്നത്, നമുക്കൊരാള് ജ്ഞാനം, അതായത് ബൈബിള് പഠിച്ച് വലിയ പണ്ഡിതന്മാരുണ്ട്, ആ പണ്ഡിതനായതുകൊണ്ട് അവൻ നിത്യരാജ്യം അവകാശപ്പെടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. ദൈവരാജ്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ എത്ര വലിയ പണ്ഡിതനായാലും അവർക്കിത് വെളിപ്പെട്ട് കിട്ടണമെന്ന് യാതൊരു വ്യവസ്ഥയുമില്ല. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ കിങ് 1521 സോളാ സ്ക്രിപ്ചൂറ, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ജർമ്മൻകാരനായിരുന്നു. ജർമ്മനിലെ റോമൻ കത്തോലിക്ക സഭയിലെ ഒരു പ്രധാനപ്പെട്ട ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ അദ്ദേഹം ബൈബിൾ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ബൈബിൾ വായിക്കാൻ കിട്ടി, ബൈബിൾ വായിച്ചു. അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബോധ്യം കൊടുത്തിരിക്കാം, ഈ വചനമാണ് സത്യം, ഈ വചനത്തിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്, ഈ വചനം അനുസരിച്ചാൽ മാത്രമേ നിത്യത ലഭിക്കൂ എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നിരിക്കണം. അങ്ങനെ അദ്ദേഹം സോളാ സ്ക്രിപ്ചൂറ, അതായത് 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ: 1, ദൈവവചനം മാത്രം, ദൈവത്തിന്റെ വചനം മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. അത് ബൈബിൾ മാത്രം,
അത് ദൈവത്തിന്റെ വചനം, അതായത് ബൈബിൾ, അതായത് വിശുദ്ധ വേദപുസ്തകം ഒന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആശയം യേശുക്രിസ്തുവിലൂടെ മാത്രം, രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രം. യേശുക്രിസ്തു ഒരു മധ്യസ്ഥൻ. രക്ഷ കൃപയാൽ മാത്രം, വിശ്വാസത്താൽ മാത്രം. അപ്പോൾ ഇങ്ങനെ 5 ആശയങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഏതൊക്കെയാണ് 5 ആശയങ്ങൾ? ഒന്ന്, ദൈവത്തിന്റെ വചനം മാത്രം, വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് ബൈബിൾ മാത്രം, അതിനോട് വേറൊരു പുസ്തകവും കൂട്ടിയേർക്കാൻ പാടില്ല എന്നും, യേശുവിലൂടെ മാത്രമാണ്, യേശു മാത്രമാണ് ഏകമധ്യസ്ഥൻ, സഹമധ്യസ്ഥരില്ല എന്നൊക്കെ അദ്ദേഹം കണ്ടെത്തി. പിന്നീട് പറഞ്ഞു ഈ രക്ഷ കൃപയാലാണ്, വിശ്വാസത്താലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് റോമൻ കത്തോലിക്ക സഭയിൽ വളരെ വലിയ തർക്കങ്ങൾക്ക് കാരണമായി. അങ്ങനെ തർക്കത്തിന് കാരണമായപ്പോൾ 1520 ജൂൺ 15 അന്നത്തെ മാർപ്പാപ്പയായ ലിയോ 10 അദ്ദേഹം എക്സർജ് ഡോമിൻ എന്ന പേരിൽ ഒരു പോപ്പൽ ബുൾ, അത് പോപ്പൽ ബുൾ എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനെയാണ് പോപ്പൽ ബുൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാള എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇത് ബുള്ള എന്ന് പറയുന്ന, അതായത് ബുള്ള എന്ന് പറയുന്ന ഒരു സീലാണ്, കൊണ്ട് ഉണ്ടാക്കിയ സീല്, ആ സീലിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് പോപ്പൽ ബുൾ. അപ്പൊ ഈ പ്രഖ്യാപനം പുറത്തിറക്കിയത് അത് മാർട്ടിൻ ലൂതറിന്റെ 41 പഠിപ്പിക്കലുകൾ തെറ്റാണെന്നും, അപ്പൊ 60 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തന്റെ നിലപാടുകൾ പിൻവലിച്ചില്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഇതിനോടുള്ള പ്രതികരണമായി ലൂതർ ഈ പോപ്പൽ ബുൾ പരസ്യമായി കത്തിച്ചു കളഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അത്ര ധൈര്യം കിട്ടി. കാരണം അത് അദ്ദേഹത്തിനെതിരെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ, അത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ അത് കത്തിച്ചു കളയാനായിട്ട് അദ്ദേഹം അത് കത്തിച്ചു കളയാണ് ചെയ്തത്. ഇനി അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? അങ്ങനെ ലൂതർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ട് 1521 ജനുവരി 3 മാർപ്പാപ്പ ലിയോ 10 ഡിസെറ്റ് റൊമാനിയം പോണ്ടിഫിക്സം, പേരൊക്കെ പറയാൻ ഇച്ചിരി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നാക്ക് വഴങ്ങണം. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത ഒരു പോപ്പൽ ബുൾ പുറത്തിറക്കി, രണ്ടാമത്തെ അടുത്ത ഒരു പോപ്പൽ ബുൾ അദ്ദേഹം പുറത്തിറക്കി. അതിന് മാർട്ടിൻ ലൂതറെ ഔദ്യോഗികമായി റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കി. വീണ്ടും സഭാധികാരികളുടെ നടപടികൾക്ക് പുറമെ, കാരണം സഭയും ഉണ്ട്, മതവും ഉണ്ട്. അപ്പോൾ ഈ മതവും ഈ വിശ്വാസവും കൂടെ കൂട്ടിക്കൊഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന അത് പലപ്പോഴും പ്രശ്നമാകാറുണ്ട്. അപ്പൊ അതുപോലെ അവിടെയും സംഭവിച്ചു. അപ്പോൾ സഭാധികാരികളുടെ, റോമൻ കത്തോലിക്ക സഭയുടെ അധികാരികളുടെ നടപടികൾക്ക് പുറമെ തന്നെ റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ചാൾസ് 5, അന്ന് ചക്രവർത്തിയുടെ ഒക്കെ ഭരണമാണ്, ചാൾസ് 5 ലൂതറിനെ വോംസിലെ ഡയറ്റിലേക്ക് വിളിപ്പിച്ചു. ലൂതർ തന്റെ പഠിപ്പിക്കലുകൾ പിൻവലിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വെച്ചും അദ്ദേഹത്തിനൊരു വിധിയുണ്ടായി. ആ വിധി ചക്രവർത്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ബൈബിൾ വചനങ്ങളാലോ വ്യക്തമായ യുക്തിയാലോ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ഞാൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം സത്യത്തിൽ നിന്ന് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ദൈവവചനമാണ് വലുത്, പുരോഹിതന്മാർ പറയുന്ന അവരുടെ നിയമമൊന്നുമല്ല. അപ്പോൾ ഇത് എനിക്ക് ദൈവത്തിന്റെ യുക്തിയിൽ എനിക്ക് ബോധ്യപ്പെടണം, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ബോധ്യപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം തന്റെ ആ കാഴ്ചപ്പാടിൽ, ആശയങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 1521 മെയ് 25 ചക്രവർത്തി ചാൾസ് 5 എഡിക്റ്റ് ഓഫ് വോംസ്, ആ വോംസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, അങ്ങനെ അടുത്ത ഒരു കൽപ്പന, ഒരു ഓർഡർ കൊണ്ടുവന്നു. ഇതിലൂടെ ലൂതറിനെ ഒരു നിയമവിരുദ്ധനായി പ്രഖ്യാപിച്ചു. അപ്പൊ മാർട്ടിൻ ലൂതർ എന്താ പറഞ്ഞ, സത്യം സംസാരിച്ചു. അപ്പൊ എപ്പോഴും ലോകത്തിൽ നോക്കിക്കോ, ആരൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ എന്ത് ചെയ്യുന്നു, അവരെയൊക്കെ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ ലൂതറെ പുറത്താക്കി അദ്ദേഹത്തെ ഔട്ട്ലോയായി, അതായത് നിയമവിരുദ്ധനായി പ്രഖ്യാപിച്ചു. അപ്പൊ നിയമവിരുദ്ധനായിട്ട് ഒക്കെ അന്ന് പ്രഖ്യാപിക്കുന്നത് വലിയ കാര്യമാണ്. ഇന്ന് നമുക്ക് കാലങ്ങൾക്ക് മാറ്റമുണ്ട്. അപ്പൊ അങ്ങനെയൊരു പ്രഖ്യാപനം വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നിരോധിക്കപ്പെട്ടു. കാരണം ഇത് വളരെ കാട്ടുതീ പോലെ അങ്ങ് പടർന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം പുതിയൊരു ആശയം വരും, ആളുകൾ പെട്ടെന്ന് സ്വീകരിക്കും, പ്രത്യേകിച്ച് സത്യം കൂടി ആകുമ്പോൾ. അദ്ദേഹത്തിന് അഭയം നൽകുന്നതോ സഹായിക്കുന്നതോ കുറ്റകരമായി. അപ്പോൾ ആരും അദ്ദേഹത്തെ വീട്ടിൽ സ്വീകരിച്ചോ അങ്ങനെ നേരത്തെ ഭക്ഷണം കൊടുത്താലോ ഒക്കെ അതൊക്കെ കുറ്റകരമായി തീർന്ന കാര്യങ്ങളായി മാറുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റോമൻ കത്തോലിക്ക സഭയിൽ ഒത്തിരി ചർച്ചകൾ പിന്നീട് അതിന് വഴിതെളിച്ചു. പിന്നെ അവര് കൗണ്ടർ റിഫോർമേഷൻ കൊണ്ടുവന്നു, എന്ന് പറഞ്ഞാൽ പ്രതിനവീകരണം, കൗണ്ടർ റിഫോർമേഷൻ. അപ്പോൾ ലൂതറിന്റെ നവീകരണ ആശയങ്ങൾ
യൂറോപ്പിലുടനീളം പടർന്നപ്പോൾ, കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട്, കാരണം അറിവുള്ള ആളുകൾ, പഠിപ്പുള്ള ആളുകളൊക്കെ ബൈബിൾ അതുവരെ വായിക്കുന്നുണ്ടായിരുന്നില്ല. മാർട്ടിൻ ലൂതർ പിന്നീട് ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അതുവരെ ലാറ്റിനിലായിരുന്ന ആ ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക്, പ്രാദേശിക ഭാഷയിൽ എല്ലാവരും ഇത് പഠിക്കണമെന്നും, കാരണം റോമൻ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? പുരോഹിതന്മാർ മാത്രം അറിഞ്ഞാൽ മതി, അത് അവർ പറയുന്നത് ജനം കേട്ടാൽ അങ്ങനെ ആയിരുന്നു. അതിനെ ചോദ്യം ചെയ്തത് ഈ മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രൊട്ടസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എതിർക്കുക എന്നുള്ളതാണ്. റോമൻ കത്തോലിക്ക സഭയുടെ തെറ്റായ പാരമ്പര്യത്തെയും തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാത്തിനെയും എതിർക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹം ആയിരുന്നില്ല ആദ്യം. ഇതിനു മുമ്പ് എത്രയോ ദൈവത്തിന്റെ ദാസന്മാർ പരിശുദ്ധാത്മാവിൽ അവരെ എതിർത്തിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ എന്ത് ചെയ്തു? സഭ അവരെ എല്ലാവരെയും പുറത്താക്കുകയോ അങ്ങനെ സഭയുടേതായ ശിക്ഷാവിധിയിലൂടെ എല്ലാം അവർ കടന്നു പോകേണ്ടായി വന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇത് ലോകവ്യാപകമായിട്ട് അങ്ങനെ ഈ ആശയം അങ്ങനെ പടരുവാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് റോമൻ കത്തോലിക്ക സഭ ഇതിലെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ട്രെൻഡ് കൗൺസിൽ. അപ്പൊ ട്രെൻഡ് കൗൺസിൽ, അതായത് 1545 മുതൽ 1563 വരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ ട്രെൻഡ് കൗൺസിൽ നടക്കുവാനായിട്ട് ഇടയായി. അപ്പൊ അതൊരു ചുരുങ്ങിയ കാലഘട്ടമല്ല, ഒരു ദീർഘമായ കാലഘട്ടത്തിലൂടെ ഈ ട്രെൻഡ് കൗൺസിലാണ്. അപ്പൊ അതിൽ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്നാൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ലൂതറും മറ്റ് പ്രൊട്ടസ്റ്റന്റ് നവീകരണക്കാരും ചോദ്യം ചെയ്ത പല തത്വങ്ങളെയും ട്രെൻഡ് കൗൺസിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, വിശ്വാസത്താൽ മാത്രം രക്ഷ എന്നതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ആവശ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം മാർട്ടിൻ ലൂതർ കിങ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വിശ്വാസത്താൽ രക്ഷ എന്നാണ്. പക്ഷെ വിശ്വാസം പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന് തിരുവെഴുത്ത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, അത് യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരുവൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ കള്ളനാകുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തോടൊപ്പം തന്നെ അനുസരണം ഉണ്ടാകണമെന്ന് തിരുവെഴുത്ത് പറയുന്നത് അത് ശരിയാണ്. ആ ഒരു കാര്യത്തിൽ ഈ റോമൻ കത്തോലിക്ക സഭയുടെ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം അവർ പറഞ്ഞു, വിശ്വാസത്താൽ മാത്രം അല്ല സൽക്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളും വേണമെന്ന്. കാരണം ഒരുവൻ വീണ്ടും ജനിച്ചാൽ, ഒരുവനിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവന് നല്ല പ്രവൃത്തി ഉണ്ടാവും. കാരണം കർത്താവ് പറഞ്ഞ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതായത് നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് അത് തണ്ടിൻ കീഴിലല്ല പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ വെക്കുമ്പോൾ അത് പ്രകാശം കൊടുക്കും. അതിനായിട്ടാണ് നമ്മെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ബൈബിളും സഭാ പാരമ്പര്യങ്ങളും വിശ്വാസത്തിന്റെ തുല്യമായ ഉറവിടങ്ങളാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ അവരുടെ തെറ്റായ പഠനമാണ്. ഞാൻ ഇതിനോട് അംഗീകരിക്കുന്നില്ല. കാരണം റോമൻ കത്തോലിക്ക സഭ അന്നും ഇന്നും പറയുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ് ബൈബിളിൽ തന്നെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഈ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം പ്രമാണിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ തെറ്റായ പാരമ്പര്യങ്ങൾ, നല്ല പാരമ്പര്യങ്ങളുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു, നല്ല പാരമ്പര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. പക്ഷെ തെറ്റായ പാരമ്പര്യമാണ് റോമൻ കത്തോലിക്ക സഭയിൽ നമ്മൾ അതുപോലെയുള്ള മറ്റ് പല പൗരോഹിത്യ സഭകളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ അത് പലപ്പോഴും എന്താണ്? ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പാണത്. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. പ്രൈസ് ഗോഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ തെറ്റായ പാരമ്പര്യം കൂടെ വേണമെന്ന് അവര് പറയുകയാണ്. കാരണം അവരുടെ കാനോൻ നിയമവും ഈ ബൈബിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവര് ജനത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ കാനോൻ നിയമമാണ്, ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള കാനോൻ അല്ലത്. അപ്പോൾ ബൈബിളും സഭാ പാരമ്പര്യങ്ങളും വിശ്വാസത്തിന് തുല്യസ്ഥാനം, പാരമ്പര്യത്തിനും ബൈബിളിനും തുല്യസ്ഥാനം കൊടുക്കുന്ന പരിപാടി. വീണ്ടും അവര് ഇന്റലിജൻസിന്റെ പ്രാധാന്യം, ശുദ്ധീകരണ സ്ഥലം, കൂദാശകളുടെ എണ്ണം എന്നിവയെല്ലാം വീണ്ടും സ്ഥിരീകരിച്ചു. അപ്പൊ 7 കൂദാശയാണ് റോമൻ കത്തോലിക്ക സഭ പോലെയുള്ള സഭകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് ബൈബിൾ അധിഷ്ഠിതമല്ല, പലതും ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ദണ്ഡ വിമോചനമാണ്, പാപമോചനം. അത് മനുഷ്യനാൽ കൊടുക്കാൻ സാധിക്കുന്നു. ചീട്ടുകൾ മേടിക്കുക, പൈസ കൊടുക്കുക. അപ്പോൾ ഈ പുരോഹിതന്മാര് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നൊക്കെ ഉള്ള ഉപദേശം, അതിനെയൊക്കെ മാർട്ടിൻ ലൂതർ കിങ് നഖശിഖാന്തം എതിർത്തു. പക്ഷെ അവരതിനെല്ലാം റിഫോം ചെയ്തിട്ടും അതിനെയൊക്കെ അവർ വേറൊരു രീതിയിൽ ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. പിന്നെ അവർ പർഗേറ്ററി ഉണ്ടെന്ന് പറയുന്നു. പർഗേറ്ററി എന്ന് പറഞ്ഞ ശുദ്ധീകരണ സ്ഥലമാണ്. എന്നാൽ ബൈബിളിൽ ആ ഒരു വാക്ക് പോലുമില്ല. വീണ്ടും
അതിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ഇതാണ്: സഭയിലെ അഴിമതികൾ പരിഷ്കരിക്കുന്നതിനും പുരോഹിതന്മാരുടെ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചു. ഇത് ട്രെൻഡ് കൗൺസിലിൽ എടുത്ത തീരുമാനമാണ്. അതായത് സഭ അംഗീകരിച്ച ഒരു കാര്യമാണ്, അഴിമതിയുണ്ട്, സഭയ്ക്കകത്ത് അഴിമതിയുണ്ട്. അപ്പൊ അഴിമതി ഉണ്ടെന്ന് അവർ സംഭവിച്ചു. അപ്പോൾ അത് പരിഷ്കരിക്കണമെന്നും അഴിമതികളെ നിന്ന് മോചനം നേടണമെന്നും അത് നമുക്കറിയാം. നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ഇപ്പോൾ ഈ ഏതാനും മാർപ്പാപ്പമാരെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ജോൺ പോൾ സെക്കൻഡ് ആണെങ്കിൽ, അത് കഴിഞ്ഞ റാറ്റ്സിംഗറും അത് കഴിഞ്ഞുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ വരുമ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ അവര് സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അറിയാവുന്ന പോലെയൊക്കെ അവര് വലിയ ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ 16-ാം നൂറ്റാണ്ടിന് മുമ്പ് നിങ്ങൾ ചരിത്രം പഠിക്കണം. 16-ാം നൂറ്റാണ്ടിന് മുമ്പ്, അതായത് അന്ധകാരയുഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5-ാം നൂറ്റാണ്ട് മുതൽ, അതായത് 4-ാം നൂറ്റാണ്ട് തുടങ്ങി അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടൊക്കെ മുതൽ ഒരു 15-ാം നൂറ്റാണ്ട് വരെ ചരിത്രകാരന്മാർ പറയുന്നത് ഇത് അന്ധകാരയുഗം. എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് അന്ധകാരയുഗം എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിൽ ഭരണത്തിൽ അദ്ദേഹം യുദ്ധത്തിൽ ജയിക്കുകയും അങ്ങനെ അദ്ദേഹം ഈ സഭയിലേക്ക് വരികയും സഭയിൽ രാഷ്ട്രീയം കലരുകയും ചെയ്തു. പിന്നീട് ഈ യഥാർത്ഥ സുവിശേഷം വൽക്കരണം എന്നുള്ളത് എന്ത് ചെയ്തു, അതൊക്കെ അങ്ങ് നിന്നുപോയിട്ട് പിന്നെ എന്താ വെച്ചാൽ പണപരമായ ബിസിനസ് പരമായിട്ടുള്ള അങ്ങനെയുള്ള വിജാതീയമായിട്ടുള്ള ആരാധനകളെല്ലാം സഭയിൽ വരികയും അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് സഭ വ്യതിചലിച്ചു പോവുകയും, ലോകത്തിന് വിളക്കായി നിൽക്കേണ്ട സഭയാണ്, ലോകത്തിന്റെ വിളക്കാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രകാശമായി നിൽക്കേണ്ട സഭ എന്ത് ചെയ്തു, അഴിമതിയിലേക്കൊക്കെ പോയി. അങ്ങനെ ഇരുണ്ട യുഗം, അന്ധകാരയുഗം അവസാനിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. കാരണം ഈ റിഫോർമേഷൻസ് കൊണ്ടുവരുന്നതോടുകൂടി. അപ്പൊ റിഫോർമേഷൻസ് കൊണ്ടുവരുന്നതോടുകൂടി എന്ത് ചെയ്തു, അപ്പൊ ഈ മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള ആളുകള് ശരിക്കും എന്താണ്, അവിടെ നിന്ന് ഈ അഴിമതിയുടെ കൂടെ സഞ്ചരിക്കാതെ, അവർ ഈ മൃഗീയതയുടെയും പൈശാചികതയും കൂടെ സഞ്ചരിക്കാതെ വേറൊരു പാത അവർ സ്വീകരിച്ചു. നമ്മൾ ആ പാത സ്വീകരിച്ചവരാണ്. ഞാൻ ധൈര്യത്തോട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ആ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച ആ പുരോഹിതന്മാരെ പോലെയോ ആ ഭരണ സംവിധാനത്തെ പോലെ അല്ലാതെ വേറിട്ട അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യത്തിന്റെ പിന്നാലെ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അങ്ങനെ മാറി സത്യത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായി. അപ്പൊ നമ്മളൊരു കാര്യം ഇവിടെ ചിന്തിക്കണം. ഇന്ന് റോമൻ കത്തോലിക്കരാണ്, അവർ റോമൻ കത്തോലിക്കരാണ്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ യഥാർത്ഥ കത്തോലിക്കരാണ്. അപ്പൊ കത്തോലിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം സാർവത്രികം എന്നാണ്. സഭ സാർവത്രികമാണ്, ശ്ലൈഹികമാണ്, അപ്പസ്തോലികമാണ്. അപ്പൊ ഇതെല്ലാം സഭയുടെ സവിശേഷതയാണ്. അപ്പോൾ നമ്മളും പറയണം നമ്മളാണ് യഥാർത്ഥ കത്തോലിക്കർ. നമ്മൾ ജെറുസലേം കത്തോലിക്കരാണ്. കാരണം സഭ ആദ്യമായിട്ട് സ്ഥാപിച്ച റോമിലല്ല, ഒന്നാമത്തെ സഭയുണ്ടായിരുന്നത് ജെറുസലേമിലാണ്. അപ്പോൾ നമ്മൾ ജെറുസലേം കാത്തോലിക്, അതായത് സാർവത്രികമായ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ എന്ന് നമ്മളാണ് ക്ലെയിം ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരു നവീകരണം കൊണ്ടുവന്നത് റോമൻ കാത്തലിക് ചർച്ചിലുള്ള പുരോഹിതനാണ്. അപ്പോൾ നമുക്ക് പൗരോഹിത്യം ഇല്ലാന്നൊന്നും പറയേണ്ട. നമുക്കുള്ള പൗരോഹിത്യം അത് ആത്മീയ പൗരോഹിത്യമാണെന്ന് നമുക്കറിയാം. അത് രാജകീയ പൗരോഹിത്യമാണ്. നമ്മളിപ്പോൾ വേറെ വസ്ത്രമൊന്നും വേണ്ട, നമുക്ക് വസ്ത്രത്തിന് മേലെ വസ്ത്രം ഇട്ടുകൊണ്ട് ഉള്ള ശുശ്രൂഷയൊന്നും നമുക്ക് വേണ്ട എന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞത് ആരാണ്? പുരോഹിതന്മാർ തന്നെയാ പറഞ്ഞത്. നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചത് പുറത്തുനിന്നുള്ള ഒരു വിജാതീയനല്ല. അതായത് കുർബാന വേണ്ട. അതായത് എന്തുകൊണ്ട് കുർബാന വേണ്ട? അതായത് യേശു കർത്താവ് ഒരിക്കലായി കഴിച്ച ആ കുർബാനയാൽ, ആ യാഗത്താൽ, ആ ബലിയാൽ നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. അത് യഹൂദ പുരോഹിതന്മാരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെ പരിപാടി ആദ്യ സഭയിൽ 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നില്ല. റോമൻ കത്തോലിക്ക സഭ ആരംഭിക്കുന്നത് തന്നെ 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ പൗരോഹിത്യം കൊണ്ടുവന്നു. പിന്നെ എന്ത് ചെയ്തു? കുമ്പസാരം കൊണ്ടുവന്നു, കുർബാന, പിന്നെ കുരിശിന്റെ വഴി, പിന്നെ അങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞത് പുറത്തുനിന്ന് ആരുമല്ല. ഇത് റോമൻ കാത്തോലിക് ചർച്ചിന് അകത്തുണ്ടായിരുന്ന ബൈബിള് പഠിച്ച അവിടെ അവരുടെ പുരോഹിതന്മാർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പൊ തന്നെ അവർ പറയുന്ന നിങ്ങൾ പെന്തിക്കോസുകാർ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാർ, നിങ്ങൾ അവിടുന്ന് പഠിച്ചു. അല്ല, ഇതാരായി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചത്? നിങ്ങൾ തെറ്റിപ്പോയപ്പോൾ, അവര് തെറ്റായ വഴിയിലൂടെ പോയപ്പോൾ അത് തെറ്റാണെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആരാണ് കത്തോലിക്കർ നമ്മളാണ്. അവർ റോമൻ കത്തോലിക്കരാണ്. കാരണം അവർ റോം ബേസ്ഡ് ആണ് അവരുടെ പരിപാടികളെല്ലാം പോകുന്നത്. പക്ഷെ നമ്മൾ എന്താണ്? ജെറുസലേമിലെ പാരമ്പര്യമാണ് നമ്മളിപ്പോൾ. ആ ജെറുസലേമിലെ ഒന്നാമത്തെ സഭയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ഏത് സഭയിലാണുള്ളത്? ആ സഭയാണ് ദൈവത്തിന്റെ സഭ. അതായത് 1-ാം നൂറ്റാണ്ടിൽ പുതിയ നിയമത്തിൽ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപോലെ ചെയ്യുന്ന സഭയാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെ വീണ്ടും
നമുക്ക് അടുത്ത ആശയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം പുനരുദ്ധാന വിശ്വാസമാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് 1 കൊരിന്ത്യർ 15:17 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിലോ നിങ്ങളുടെ വിശ്വാസത്തിന് അർത്ഥമുണ്ട്, നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റു എന്നാണ്. എന്നാൽ മറ്റു മതങ്ങളിലൊന്നും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ പറയുന്നത് ഗലാത്യ ലേഖനം 2:17 പറയുകയാണ്, ക്രിസ്തുവേശുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികൾ എന്നു വരുന്നുവെങ്കിൽ ക്രിസ്തുവേശു പാപത്തിന്റെ ശുശ്രൂഷകന് ഒരു നാളുമല്ല. അപ്പോൾ ക്രിസ്തുവേശുവിൽ നീതീകരിക്കപ്പെട്ടവരായി നമ്മൾ പിന്നെയും പറയുകയാണെയോ ഞങ്ങൾ പാപികളാണേ, ഞങ്ങളുടെ കരുണയാകണമേ എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് അപ്പസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ 17-ാം വാക്യത്തിൽ പറയുകയാണ്, മുന്നമേ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ക്രിസ്തുവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. ഞങ്ങൾ പാപികളായിരുന്നു മുന്നമേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടത്? പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന്, പിശാചിൽ നിന്ന്. അങ്ങനെ ഇതിൽ നിന്നാണ് രക്ഷ. ഇത് രക്ഷ എന്നുള്ളത് ഒരു പാക്കേജാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ യേശു ക്രിസ്തുവിൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? അവന്റെ മരണം കൊണ്ട്, അവന്റെ പുനരുദ്ധാനം കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? നമുക്ക് നിത്യരക്ഷ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇനി യേശുക്രിസ്തു നമുക്ക് എല്ലാറ്റിനും മാതൃകയാണ്. യേശുക്രിസ്തു മരണത്തിൽ, അതായത് നമ്മൾ മരിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് മരിച്ചാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ വെക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതായത് നിങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കണം. അനേക മനുഷ്യരും ക്രിസ്തുവിശ്വാസികൾ പോലും എന്തിനാണ് വിശ്വസിക്കുന്നത്, എന്തിനാണ് കൂട്ടായ്മ കൂടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കണം. അവരുടെ നിത്യവിശ്വാസത്തെക്കുറിച്ചുള്ള പ്രത്യാശ പലർക്കുമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അവൻ മരിച്ചാലും അവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം കൂടി നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പറയുകയാണ്, എന്റെ വചനം അനുസരിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അപ്പോൾ ഒരിടത്ത് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് അനുസരണത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും നാം ജനത്തെ അറിയിക്കണം. അപ്പോൾ അനുസരിക്കാത്തവർക്ക് നിത്യതയിലെത്താൻ കഴിയത്തില്ല. അപ്പോൾ അനുസരിക്കുന്നവർക്ക് ഈ നിത്യത എന്നുള്ളത് വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരാൾ മരിച്ച ഉടനെ എന്ത് സംഭവിക്കുന്നു? ഒരു മനുഷ്യൻ, കാരണം മനുഷ്യൻ 3 ഘടകങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത്. ആത്മീയമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ഒന്ന് ദേഹം, ഈ ശരീരമാണ് ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ഈ ദേഹം എന്ന് പറയുന്നത് ജഡമാണ്. അപ്പൊ ഇതില് മജ്ജയുണ്ട്, മാംസമുണ്ട്, രക്തമുണ്ട്, അങ്ങനെ പലതുണ്ട്. പിന്നെ ദേഹിയിൽ എന്തുണ്ട്? അത് മനസ്സുണ്ട്, അതിന് ഇച്ഛാശക്തിയുണ്ട്, വികാരങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടു. ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും നശിപ്പിക്കാനാവാത്തതാണ്. അപ്പൊ നമ്മിലൊരു ആത്മാവ്, കാരണം ഈ ആത്മാവിനെ ദൈവം നമ്മിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവയുടെ അരുളപ്പാട് എന്ന് സെക്കര്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ സെക്കര്യാവ് 12:1 പറയുകയാണ്, അല്ലെങ്കിൽ ആകാശത്തെ വിരിക്കുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുക. അത് കർത്താവാണെന്നാണ്, ദൈവമാണെന്നാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ ഉടനെ എന്ത് സംഭവിക്കുന്നു? എന്താണ് മരണമെന്ന് ബൈബിൾ പറയുന്നു? റോമാലേഖനം 8:10 നാം വായിക്കുന്നു, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിത്യമായി ജീവനാകുന്നു. അപ്പൊ ഈ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടാണ് മരണം.
അപ്പോൾ അങ്ങനെയെങ്കിൽ മരിച്ച ഉടനെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ റോമൻ കത്തോലിക്ക സഭയിൽ ആയിരുന്ന സമയത്ത് അങ്ങനെ ഒരു പാട്ട് പാടുമായിരുന്നു, അല്ലെ? മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. അപ്പൊ അങ്ങനെയാ പാടുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ മരിച്ചല്ലോ, സമാധാനമായി, സ്വസ്ഥതയായി, മരിച്ചുപോയില്ലേ, ഇതുവരെ വേദനയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പം കാഹളം, അതെന്തെങ്കിലും ഒരു കാഹളം ഉണ്ടാവും, അന്ന് ഇനിയിപ്പം നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല, കാഹളമല്ലേ. അപ്പോൾ അന്ന് വരെ സ്വസ്ഥമായിട്ടിരിക്കാന്നാണ് അത് കേൾക്കുന്നവർ, ആ പാട്ടൊക്കെ പാടി അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് അങ്ങനെ നമ്മൾ മരിച്ച ഉടനെ കാഹളം വരെ ഇങ്ങനെ ഉറക്കമല്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധത്തിൽ മരിച്ച ഉടനെ ഒരു തനത് ന്യായവിധിയുണ്ട്. കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരികയും ആ ആത്മാവിനെ കാണാനും കേൾക്കാനും വേദനയോ സുഖമോ അനുഭവിക്കുവാനും ഒക്കെ സാധിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഞാൻ തിരുവെഴുത്തെല്ലാം പറയും, തിരുവെഴുത്തില്ലാതെ ഒരു കാര്യവും ഞാൻ പറയത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ആത്മാവ് ക്രിസ്തുവേശുവിൽ മരിച്ച മൃതനെങ്കിൽ, അല്ലെങ്കിൽ ജയം പ്രാപിച്ച് വിശുദ്ധിയോട് ജീവിച്ച് വിശുദ്ധിയിൽ മരിച്ചവനെങ്കിൽ ദൂതന്മാർ വരികയും, അതായത് ലാസർ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ലാസറിനെ കൊണ്ടുപോകാനായി ദൂതന്മാർ വന്നു, അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അത് ഉദാഹരണമാണ്. അതുപോലെ അവനെ പർദീസിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയും ദൈവകൃപയിൽ നിന്ന് വീണുപോയ ഒരു മനുഷ്യനെങ്കിൽ, അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച ഒരു മനുഷ്യനെങ്കിൽ അവനെ നിത്യ നരകത്തിലേക്ക് പിശാചുകൾ അവനെ കൊണ്ടുപോവുകയാണ്. അവന്റെ ന്യായവിധി, അല്ലെങ്കിൽ അവന്റെ പീഡനം, അവന്റെ യാതന അവിടെ ആരംഭിച്ചു എന്ന് നാം കാണുകയാണ്. ഇനി നമുക്ക് യേശു കർത്താവിന്റെ മരണവുമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. യേശു ക്രിസ്തുവിന് മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിന് മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. 1 പത്രോസ് 3:19 അനുസരിച്ച്, 1 പത്രോസ് 3:19 അനുസരിച്ച്, ആത്മാവിൽ അവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പൊ യേശു കർത്താവ് പുനരുദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് കല്ലറയിൽ അടക്കപ്പെട്ട ആ സമയത്ത് യേശു കർത്താവിന്റെ ശരീരം കല്ലറയിൽ കടക്കുമ്പോൾ തന്നെ ആത്മാവിൽ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആത്മാവിൽ, അതായത് തന്റെ ശരീരം അവിടെ കല്ലറിക്കകത്ത് കിടപ്പുണ്ട്, ആത്മാവിൽ എവിടെ പോയി? അവൻ അതായത് പാതാളത്തിലേക്ക് പോവുകയും അവിടെ ആ നരകത്തിൽ അവിടെ തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് പ്രസംഗിച്ചതായും നമ്മളവിടെ കാണുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്നാൽ യേശു കർത്താവ് വീണ്ടും പോയൊരു സ്ഥലമുണ്ട്, 2 സ്ഥലങ്ങളിൽ പോയി. അത് പോയത് ആത്മാവിലാണ്. വീണ്ടും ലൂക്കോസ് 23:39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം 43-ാം വാക്യത്തിൽ, അതായത് ലൂക്കോസ് 23:43 വാക്യത്തിൽ പറയുകയാണ്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്നു നീ, കാരണം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പ്, നമുക്കറിയാം. കാരണം ഇന്ന് എന്ന കർത്താവ്, ഇന്ന് നീ എന്നോടുകൂടെ, കാരണം കർത്താവ് പറുദീസയിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലേ കർത്താവിന് അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ നിന്നല്ല നമുക്ക് വെളിപ്പെടുന്ന സത്യം എന്താണ്? കർത്താവ് പോയി 2 സ്ഥലങ്ങളിൽ. ഒന്ന്, പാതാളത്തിൽ പോയി, അവിടെ തന്റെ ജയം ഘോഷിച്ചു, താൻ സാത്താന്റെ തല തകർത്തെന്നും താൻ ക്രൂശിൽ ഒരു പരാജയമായിരുന്നില്ലെങ്കിലും ക്രൂശിലെ ജയാളിയാണെന്നും കർത്താവ് നരകത്തിൽ കർത്താവ് സാക്ഷിയായി. അങ്ങനെയെങ്കിൽ ഈ ലൂക്കോസ് 23:39 മുതൽ വായിക്കുമ്പോൾ അത് നമ്മൾ അറിയേണ്ട തിരുവെഴുത്തുകളാണ്. അവിടെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഇന്നും അനേകരും യേശുവിനെ ദുഷിക്കുന്ന അങ്ങനെയാണ്. യേശു നീ ദൈവമായിരുന്നില്ലേ? നീ ദൈവമായിട്ട് നിന്നെ ഇങ്ങനെ ഇത്രമാത്രം പീഡനം നിനക്ക് കേൾക്കേണ്ടതായിട്ട് വന്നില്ലേ? മറ്റവനോ, കാരണം മറ്റവനെന്ന് പറഞ്ഞാൽ നല്ല കള്ളനുണ്ട്, മാനസാന്തരപ്പെട്ട കള്ളനുണ്ട്, അവനെ നമ്മൾ നല്ല കള്ളനെന്നാണ് വിളിക്കുന്നത്. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ വേറെ കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഇതാണ്, നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പാകെ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അനേകരും വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ അനേകർക്കും ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ നല്ല കള്ളൻ അവൻ ക്രിസ്തുവിനെ ഏറ്റുപറയുകയാണ്, അവൻ പശ്ചാത്തപിക്കുകയാണ്,
അവൻ അവസാനമായിട്ട് ഒരു മാനസാന്തരപ്പെടാൻ സമയം കിട്ടി. അതുകൊണ്ട് അവൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ അവൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, യേശുവേ, ഈ മനുഷ്യൻ പറയാണ്, പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു പറയുന്നത്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. അപ്പോൾ യേശു കർത്താവ് കല്ലറയിൽ തൻ്റെ ശരീരം, കാരണം ആ ശരീരം ദ്രവത്വം കാണിക്കില്ല എന്നാണ് അതിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്, അത് ദ്രവിച്ചു പോകത്തില്ല. അപ്പോൾ അങ്ങനെ ആ ശരീരം കല്ലറയിലായിരിക്കുമ്പോൾ തന്നെ ഇത് പാതാളത്തിലും ഇത് ഉയരത്തിലും അല്ലെങ്കിൽ പറുദീസയിലും പോയി എന്നുള്ള കാര്യം നമുക്കിവിടെ വ്യക്തമാണ്. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് സമയമായപ്പോൾ എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? പലർക്കും വരുന്നില്ല, എന്താ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ? മരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അത് ശരീരവും ആത്മാവും വേർപെട്ടാണ്. നമ്മൾ പറുദീസയിൽ പോവുകയാണ്, ആ സമയത്ത് അവിടെ പറുദീസയിൽ വിശ്രമിക്കുകയാണ്. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് യേശു കർത്താവ് എങ്ങനെയാണെന്ന് അത് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം കർത്താവ് വന്നത് എല്ലാം മാതൃക കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ മരണമുണ്ട്, കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ ജനനം, എല്ലാം പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവിൻ്റെ മരണത്തിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യം ഇതാണ്: കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് സമയമായപ്പോൾ വീണ്ടും ശരീരം ആണ് തേജസ്കരിക്കപ്പെട്ട്, കാരണം ആത്മാവ് ശരീരത്തിൽ വന്നു. തൻ്റെ ആത്മാവ് ആ മർത്യ ശരീരമാണ്, ആ മർത്യ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. ആ ശരീരം രൂപാന്തരപ്പെട്ടു. അതിനുശേഷം കർത്താവിൻ്റെ വസ്ത്രമൊക്കെ അവിടെ കടന്നു. കർത്താവ് കല്ലറയുടെ അടപ്പ് തുറന്നുകൊണ്ട്, ആ കല്ലറയുടെ അടപ്പ് തുറന്നുകൊണ്ട് കർത്താവ് പുറത്തു വരികയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കല്ലറകൾ തുറക്കപ്പെടും. ഇതിന് വേറൊരു ഉദാഹരണമുണ്ട്. യേശു കർത്താവ് മരിക്കുന്ന സമയത്ത്, യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ഈ പ്രകൃതി തന്നെ അതിൻ്റെ ഒരു പ്രതികരണം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വലിയ കൊടുങ്കാറ്റുണ്ടായി, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, അന്ധകാരം വ്യാപിച്ചു, ജെറുസലേം ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത് കൂടെ ഒരു കാര്യം കൂടെ നടന്നു. അതായത് വിശുദ്ധന്മാർ, പഴയ നിയമകാലത്തിലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് ഇതാ ചിലരിൽ ജീവൻ വ്യാപിക്കുകയാണ്, ചിലർ ഉയർത്തെഴുന്നേറ്റു. അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അതിനുശേഷം അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇമാജിൻ ചെയ്തെന്ന് പറയുന്നില്ല, കാരണം അതെനിക്കറിയത്തില്ല, കാരണം തിരുവെഴുത്ത് പറയുന്നില്ല. അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഉയർത്തെഴുന്നേൽപ്പ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ, യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവിടെ അവർക്ക് യേശുവിനെ അക്ഷരികമായി സ്പർശിക്കുവാൻ സാധിച്ചു. അപ്പൊ യേശു പറഞ്ഞു, എൻ്റെ തോമസിനോട് പറഞ്ഞു, അല്പവിശ്വാസിയായ തോമസാ, അവൻ പറഞ്ഞു, ഞാനത് യേശുവിനെ നേരിട്ട് കാണുക മാത്രമല്ല, കണ്ടാലും വിശ്വസിക്കത്തില്ല, പിന്നെന്താണ്, ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ട് അതെനിക്ക് അനുഭവിച്ചാലേ ഞാനത് പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ അനുഭവിക്കാനായിട്ട് തൻ്റെ ശരീരത്തിൽ ടച്ച് ചെയ്യുക, അവനെ സ്പർശിക്കുകയാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾക്ക് ഇങ്ങനെ അസ്ഥിയും മജ്ജയും ഒന്നും ഇല്ലല്ലോ എന്ന് കർത്താവ് പറയുന്നത്. ഭൂതങ്ങളാണെങ്കിൽ നിങ്ങൾ പേടിച്ചു പറയാം, അവർ യേശുവിനെ കണ്ടപ്പോൾ അവർ പേടിച്ചു പറയാം, ഭൂതം എന്നൊക്കെ അവർ പക്ഷെ പറയാം, ഭൂതങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയില്ല. കാരണം ആത്മാവിലാണെങ്കിൽ ഇത് സാധിക്കത്തില്ല. പക്ഷെ കർത്താവ് പിന്നെ അവരോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പിന്നെ ഏതാനും സഹോദരിമാർ വന്ന യേശുവിന്റെ കാൽക്കൽ വീണ യേശുവിനെ നമസ്കരിക്കുന്നത് കാര്യമൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യേശുവിനെ അത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് ചിലരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരു ബാലനെയും ഒരു ബാലികയും ഒക്കെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതായത് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ കർത്താവ് ചിലരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം ഇവന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. യേശു കർത്താവ് മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന് യേശു കർത്താവിന്റെ പുനരുദ്ധാന ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. അതിനൊരു വ്യത്യാസമുണ്ട്. കാരണം അവര് ഇപ്പൊ ലാസർ ആണെങ്കിൽ തന്നെ ലാസറിനെ സംസ്കരിച്ചിട്ട് 4 ദിവസമായി.
അപ്പൊ ലാസ്കറിന് അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ ഒത്തിരി തുണിയെല്ലാം ശരീരത്തിൽ ചുറ്റി. നമ്മുടെ അടുത്ത് പെട്ടിയൊന്നുമില്ല. നമ്മളാണ് ഇപ്പൊ ഇവിടെ ശവപ്പെട്ടിയൊക്കെ, സ്വർഗ്ഗപ്പെട്ടി എന്നൊക്കെ പറയുന്ന കുറെ പെട്ടികളൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ശീലകൾ ചുറ്റി ഇങ്ങനെ ഇടുക. ലാസറെ പുറത്തു വരിക. അവന്റെ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ, കല്ലറയിൽ നിന്നത് ലാസറെ. കാരണം അങ്ങനെയാണ് പുനരുദ്ധാനം. പക്ഷെ ആ പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ ഒരു യേശുവിന്റെ പുനരുദ്ധാനത്തില് യേശു ശരീരം തേജസ്കരിക്കപ്പെട്ട് വന്ന പോലെ ആയിരുന്നില്ല. കാരണം അവൻ പിന്നെയും മരിച്ചതായി ലാസർ. അല്ലെങ്കിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച അവരൊക്കെയും അവര് പിന്നെയും മരിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അപ്പസ്തോലനായ പൗലോസ് തന്റെ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന മുകളിലത്തെ നിലയിലുള്ള യൂത്തിക്കോസ്, അതുപോലെ തബീത്ത, അവരൊക്കെ മരിച്ചപ്പോൾ അവരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴും അവരൊക്കെ ശരീരത്തിൽ വന്നു, മരിച്ചു, ശരിയാ, അവർ ഉയർത്തെഴുന്നേറ്റ് വന്നു. പക്ഷേ അത് യേശു കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട ആ ഒരു പുനരുദ്ധാനത്തെ പോലെ ആയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരൊക്കെ വീണ്ടും മരിച്ചു. കാരണം യേശു കർത്താവ് വീണ്ടും മരിക്കേണ്ട കാര്യമില്ല. അവൻ എന്നേക്കും ജീവിക്കുന്നു. അവൻ ആത്മാവിൽ നമ്മോട് കൂടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആശയം നമ്മൾ ചിന്തിക്കുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതായത് വിശുദ്ധ ജീവിതം. അതായത് മറ്റുള്ള മതങ്ങളിലൊന്നും പാപത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായ ഒരു ഉപദേശം നമുക്ക് കാണാൻ കഴിയുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താണ് പാപമെന്ന് പാപത്തെ വളരെ വ്യക്തമായി നിർവചനം നൽകിയിരിക്കുകയാണ്. അതായത് പാപം നിയമം ലംഘനമാകുന്നു, ദൈവകൽപ്പന ലംഘിക്കുന്നതാകുന്നു പാപം. അതായത് പ്രവാചകന്റെ കൽപ്പന ലംഘിക്കുന്നതാകുന്നു പാപം. ഇപ്പൊ സത്യപ്രവാചകന്മാരുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയാണ് അവർ നൽകുന്നത്. മനുഷ്യർ ചിന്തിക്കുമോ അവന്റെ ഒരു കൽപ്പനയല്ലേ? അപ്പൊ കള്ളപ്രവാചകന്മാരുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അവരുടെ കൽപ്പനയും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. സത്യപ്രവാചകനാണെങ്കിൽ ആ പ്രവാചകൻ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് ലംഘിച്ചാൽ അത് കൽപ്പനാ ലംഘനമാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാവമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കണം. കാരണം വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചില്ലെങ്കിൽ, നമ്മുടെ തെറ്റായ വെല്ലിപ്പന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെങ്കിൽ അത് പാപമാണ്, അത് ലംഘനമാണ്. അപ്പോൾ ഒരുവൻ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അവൻ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് പാവമായിട്ടാണ് കണക്കിടുന്നത്. അറിയത്തില്ലെങ്കിൽ അവൻ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് അവനെ വഴിക്ക് വിട്ടേ. പക്ഷെ അറിയാം, ദൈവം അവന് കാര്യങ്ങൾ വെളിപ്പെടുത്തി, പക്ഷെ അവന് ചെയ്യുന്നില്ലെങ്കിലോ അതവന് പാവമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം എടുത്തിട്ട് മരണത്തെപ്പെടുന്നു. ഇപ്പോൾ ദുർമോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, അതായത് ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് സകല ദോഷത്തിനും മൂല കാരണമാകുന്നത്. അപ്പം മോഹം ഗർഭം ധരിക്കുന്നു, അങ്ങനെ അത് പാപത്തെ പ്രസവിക്കുന്നു, അങ്ങനെ അത് വീണ്ടും അത് വലുതായി മരണത്തെപ്പെടുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പാപത്തിന് നിർവചനമായിട്ട് പറയുകയാണ്. വേറെ ഒരു മതത്തിൽ ഇത്രയ്ക്കും വ്യക്തമായിട്ട് പറയത്തില്ല. പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് അറിവില്ല. ഇനി നമ്മൾ റോമൻ 6:14 വായിക്കുന്നു. റോമലേഖനം 6:14 വായിക്കുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലത്രേ. ആകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കാരണം നമ്മുടെ ബുദ്ധിയിൽ ഇത് സാധ്യമാകത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൽ ഇത് സാധ്യമാകും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരായിത്തീരും? നമ്മൾ ജീവിക്കുന്ന വിശുദ്ധരായിത്തീരും. അതുകൊണ്ടാണ് 1 പത്രോസ് 1:14 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുവിൻ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകും. അപ്പം നമുക്കിത് സാധ്യമാകത്തില്ലെങ്കിൽ ദൈവം പറയത്തില്ല. ചിലർ ചിന്തിക്കും, എന്താ വിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യണ്ടേ? അങ്ങനെയല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ. അതിന്റെ മൂലഭാഷയിൽ അവിടെ ഈ വാക്കിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് വേർപെട്ടവൻ എന്നാണ്. വേർപെട്ടവർ എന്തിൽ നിന്ന്? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, തെറ്റായ സമ്പ്രദായത്തിൽ നിന്നൊക്കെ വേർപെട്ടവരെയാണ് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. വീണ്ടും നമ്മൾ വെളിപ്പാട് പുസ്തകം 14:12 ആരാണ് വിശുദ്ധൻ എന്നതിന് വളരെ വ്യക്തമായൊരു നിർവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവകൽപ്പന അനുസരിക്കുകയും
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സഹിഷ്ണുതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്നവരെ വിശുദ്ധർ എന്ന് വേദപുസ്തകം വിളിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ സാർവത്രികമാണ് എന്ന്, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 28:19 ആകയാൽ നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം വംശം, വർഗം, ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് ജാതി മത ഭേദമന്യേ നിങ്ങൾ മുഴു ലോകത്തിലും പോയി, ലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പൊ എന്ത് പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ സുവിശേഷത്തിലെ പരമപ്രധാനമായ ആശയം എന്താണ്? സ്റ്റോപ്പ് കമ്മിറ്റിംഗ് സിൻ. പാപം ചെയ്യുന്നത് നിർത്തുക. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? യേശു കർത്താവ് പാപിനിയായ സ്ത്രീയെ അവളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് താനും സ്ത്രീയും മാത്രമായപ്പോൾ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നവരെല്ലാവരും അവര് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയുവൻ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി. അപ്പോൾ ആ കൊലപാതകം നടത്താൻ ശരിക്കും എറിഞ്ഞു കൊല്ലണമെന്നാ. പക്ഷെ അവരെല്ലാവരും പാപികളായിട്ടാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒറ്റയൊരുത്തനുണ്ടായിരുന്നില്ല കൂട്ടത്തിൽ. ഉണ്ടായിരുന്നെങ്കിൽ അവനെ ആ സ്ത്രീയെ കൊല്ലുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി പാപം ചെയ്യരുത്. കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞല്ലോ. യഥാർത്ഥ യേശുവിനെ അറിഞ്ഞു. കാരണം യേശുവിന് ഒരു വാക്ക് മതി. ആ വാക്ക് ഒരു വചനം മതി. ആ വചനം കൊണ്ടാണ് യേശു ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്. വചനം കൊണ്ട്, വാക്കുകൊണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഒരു വാക്ക് മതി എന്ന് പറഞ്ഞത്. ഒരു വാക്ക് മതി, എനിക്കത് മതി എന്നൊക്കെ പാടിയ പാട്ടിനൊക്കെ വലിയ അർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും കർത്താവ് 38 സംവത്സരം ആ ബെത്സേബ കുളത്തിന്റെ കരയിൽ തളർവാദ രോഗിയായി കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി. കർത്താവിനെ സൗഖ്യമാക്കി. പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവിനോട് പറയുന്നത്, നിനക്ക് സൗഖ്യമായല്ലോ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. പാപം നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. അപ്പോൾ നാം നമ്മുടെ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രിസ്തുവേശുവിനോട് കൂടെ ക്രൂശിക്കണം. അപ്പൊ ക്രിസ്തുവേശുവിനോട് കൂടെ, അപ്പൊ ഇനി ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ വസിക്കുന്നത്. ഇനി എന്നിൽ ഞാനല്ല, ഇനി ക്രിസ്തു അത്രേ. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിത്യമായി വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പാപത്തെയും ലോകത്തെയും പിശാചിനെയും ഇവിടെയുള്ള മാനുഷിക വ്യവസ്ഥകളെയും എല്ലാം ജയിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മളോട് കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ.